ഒട്ടനേകം നിഗൂഢതകളും അത്ഭുതങ്ങളും നിറഞ്ഞ ക്ഷേത്രമാണ് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം. ഇവിടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവത്തുടിപ്പുള്ള ഹൃദയം സൂക്ഷിച്ചിരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും ഭഗവാന്റെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് കല്ലുകൊണ്ടോ മെറ്റൽ കൊണ്ടോ ആയിരിക്കും. എന്നാൽ ഇവിടെ അത് തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്? മഹാഭാരത യുദ്ധം കഴിഞ്ഞ് 36 വർഷങ്ങൾക്കു ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു മരത്തിനു ചുവട്ടിൽ വിശ്രമിക്കുന്ന വേളയിൽ കാട്ടിനുള്ളിൽ പ്രവേശിച്ച ജരൻ എന്ന വേട്ടക്കാരൻ മരത്തിനു ചുവട്ടിൽ ഒരു മാൻ ഒളിച്ചിരിക്കുന്നതായി കരുതി അവിടേക്ക് അമ്പ് ചെയ്തു. എന്നാൽ അമ്പ് ചെന്ന് കൊണ്ടത് ഭഗവാന്റെ പാദത്തിലായിരുന്നു. അവിടേക്ക് ചെന്ന ജരൻ ഞെട്ടി. തന്റെ തെറ്റ് ജരൻ ഭഗവാനോട് ഏറ്റു പറഞ്ഞു. ഭഗവാൻ ജരനോടായി പറഞ്ഞു, നീ എന്തിനാണ് വിഷമിക്കുന്നത്? നീ നിന്റെ കർമ്മമാണ് ചെയ്തത്. ഇതായിരുന്നു നിന്റെ ജന്മോദ്ദേശം. അതിനുശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹിതനായി. ജരൻ എല്ലാ ആചാര മര്യാദകളോടും കൂടി ശ്രീകൃഷ്ണന്റെ ശരീരം സംസ്കരിച്ചു. എന്നാൽ അവസാനം വളരെയേറെ തിളക്കമാർന്ന ഒരു കല്ല് അവശേഷിക്കുന്നതായി ജരൻ കണ്ടു. അത് മറ്റൊന്നുമായിരുന്നില്ല, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവത്തുടിപ്പുള്ള ഹൃദയമായിരുന്നു. അത് എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന ജരൻ ഒടുവിലത് ഒരു ചങ്ങാടത്തിൽ നദിയിലേക്ക് ഒഴുക്കിവിട്ടു. വർഷങ്ങൾക്കു ശേഷം അവന്തി രാജ്യത്തിന്റെ രാജാവായിരുന്ന ഇന്ദ്രദുമ്ന, അദ്ദേഹം വിഷ്ണുദേവന്റെ വലിയ ഭക്തനായിരുന്നു. ഒരു ദിവസം ഭഗവാൻ രാജാവിന് സ്വപ്ന ദർശനം നൽകിക്കൊണ്ട് പറഞ്ഞു, ഭക്ത, നിനക്ക് കടൽ തീരത്ത് നിന്ന് ഒരു തടിക്കഷ്ണം കിട്ടും. അതിൽ നീ എന്റെ രൂപം പണി ചെയ്ത് ക്ഷേത്രത്തിൽ സ്ഥാപിക്കണം. ഭഗവാന്റെ ദർശനം കിട്ടിയുടൻ രാജാവ് കടൽ തീരത്തെത്തി. കടലിൽ ഒഴുകി വരുന്ന തടിക്കഷ്ണത്തെ തന്റെ സൈന്യത്തിന്റെ സഹായത്തോടു കൂടി രാജാവ് കൊട്ടാരത്തിലെത്തിച്ചു. അതിനുശേഷം ആ തടിക്കഷ്ണത്തിൽ നിന്ന് ഭഗവാന്റെ ശില്പം നിർമ്മിക്കാനായി രാജാവ് പ്രഗത്ഭരായ പല ശില്പികളെയും വിളിച്ചു. എന്നാൽ അവർക്കാർക്കും അതിന് സാധിച്ചില്ല. രാജാവ് ഇതിൽ വളരെയേറെ വിഷമിതനായി. ഇനി എന്തു ചെയ്യുമെന്ന ചിന്ത രാജാവിനെ അലട്ടി. ഒരു ദിവസം വൃദ്ധനായ ഒരു ശില്പി കൊട്ടാരത്തിലെത്തി. ശില്പം താൻ നിർമ്മിക്കാമെന്ന് അദ്ദേഹം രാജാവിനോട് പറഞ്ഞു. രാജാവിന് വളരെയേറെ സന്തോഷമായി. എന്നാൽ വൃദ്ധനായ ആ ശില്പി ഒരുപാട് നിബന്ധനകൾ രാജാവിന് മുന്നിൽ വച്ചു. എന്ത് നിബന്ധനകളും സമ്മതിക്കാനുള്ള സാഹചര്യത്തിലായിരുന്നു രാജാവ്. അതിനാൽ തന്നെ ശില്പിയുടെ നിബന്ധനകളെല്ലാം തന്നെ രാജാവ് അംഗീകരിച്ചു. 21 ദിവസം കൊണ്ടേ ഞാൻ ശില്പം പൂർത്തിയാക്കൂ. ആരുടെയും ശല്യമില്ലാതെ ഒരു മുറിയിൽ തനിച്ചായിരിക്കും ഞാൻ പണി ചെയ്യുക. അവിടേക്ക് ആരും വരാനോ എന്നോട് സംസാരിക്കാനോ പാടില്ല എന്നിവയായിരുന്നു ശില്പിയുടെ നിബന്ധനകൾ. ആദ്യത്തെ ദിവസങ്ങളിൽ ജോലി ചെയ്യുന്നതിന്റെ ശബ്ദം മുറിക്ക് പുറത്ത് കേൾക്കാമായിരുന്നു. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ശബ്ദം പൂർണ്ണമായി നിലച്ചു. അവന്തിയുടെ രാജ്ഞിക്ക് ഇതിൽ സംശയം തോന്നി. വെള്ളവും ഭക്ഷണവും കഴിക്കാതെ ശില്പി മരണപ്പെട്ടതാണോ എന്ന് അവർ സംശയിച്ചു. രാജ്ഞിയുടെ നിർബന്ധത്തിന് വഴങ്ങി രാജാവ് മുറി തുറന്നു. അവിടെ അവർ ശില്പിയെ കണ്ടില്ല, മറിച്ച് 3 ശില്പങ്ങളെയാണ് കണ്ടത്. ഭഗവാൻ ജഗന്നാഥന്റെ, സഹോദരൻ ബലരാമന്റെ, സഹോദരി സുഭദ്രയുടെ. ഭഗവാൻ ജഗന്നാഥന്റെ ശില്പത്തിനുള്ളിൽ തിളക്കമാർന്ന മെറ്റലും അവർ കണ്ടു. അത് മറ്റൊന്നുമായിരുന്നില്ല, ഭഗവാന്റെ ജീവത്തുടിപ്പുള്ള ഹൃദയമായിരുന്നു. ഇതൊരു സാധാരണ ഹൃദയമല്ല, വളരെയേറെ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു എനർജി ട്രാൻസ്മിറ്റർ ആണ്. അതിനുശേഷം രാജാവ് കടൽ തീരത്തോട് ചേർന്ന് ഇന്നു കാണുന്ന അതിബൃഹത്തായ പുരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് ക്ഷേത്രത്തിൽ ആചാര മര്യാദകളോടെ ഭഗവാന്റെയും സഹോദരങ്ങളുടെയും പ്രതിഷ്ഠ നടത്തി. വളരെയേറെ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭഗവാന്റെ ഹൃദയം സ്ഥിതി ചെയ്യുന്ന വിഗ്രഹത്തിന് കേടുപാടുകൾ ഉണ്ടായേക്കാം. അതിനാൽ തന്നെ 12 വർഷത്തിലൊരിക്കൽ ഭഗവാന്റെയും സഹോദരങ്ങളുടെയും വിഗ്രഹങ്ങൾ മാറ്റി പുതിയ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കും. അതിലേക്ക് ഭഗവാന്റെ ഹൃദയം പഴയ വിഗ്രഹത്തിൽ നിന്ന് മാറ്റം ചെയ്യും. ഈ കർമ്മം നടക്കുന്ന ദിവസം ക്ഷേത്രത്തിലേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല. ആ പ്രദേശത്തെ മുഴുവൻ വൈദ്യുത ബന്ധവും വിച്ഛേദിച്ച് പൂർണ്ണമായ അന്ധകാരത്തിലാണ് ഈ കർമ്മം നടത്തുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് കെട്ടി കാഴ്ച മറച്ചുകൊണ്ട് കയ്യിൽ വലിയ കയ്യുറകൾ ധരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഭഗവാന്റെ ഹൃദയത്തെ അവർ ബ്രഹ്മപദാർത്ഥമെന്നാണ് പറയുന്നത്. ഇത് ചെയ്തിട്ടുള്ള ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്, ബ്രഹ്മപദാർത്ഥത്തെ തൊടുമ്പോൾ ജീവനുള്ള ഒരു വസ്തുവിനെ തൊടുന്നത് പോലെയാണ് അവർക്ക് തോന്നിയിട്ടുള്ളത് എന്നാണ്. ബ്രഹ്മപദാർത്ഥത്തെ നേരിട്ടൊരു വ്യക്തി കാണുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ചലനമറ്റു പോകാം, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയേക്കാം. അതുകൊണ്ടാണ് അവർ കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടുന്നതും കയ്യുറകൾ ധരിക്കുന്നതും. ഒട്ടേറെ നിഗൂഢതകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. കടൽ തീരത്തോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ക്ഷേത്രത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ തിരമാലകളുടെ ശബ്ദം നമുക്ക് കേൾക്കാനേ കഴിയില്ല. മറ്റൊരു നിഗൂഢത എന്നത് ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ മുകളിലായി ഒരു കൊടി സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും കാറ്റിന്റെ എതിർ ദിശയിലാണ് പറക്കുന്നത്. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് കാറ്റ് ഏത് ദിശയിലാണോ വീശുന്നത് അങ്ങോട്ടായിരിക്കും ഏതൊരു വസ്തുവും പറക്കുന്നത്. എന്നാൽ ഇവിടെ അത് അങ്ങനെയല്ല.
ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ടുള്ള റീസൺ കണ്ടെത്താൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. 215 അടി മുകളിൽ ഗോപുരത്തിന്റെ മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന ഈ കൊടി എല്ലാ ദിവസവും മാറ്റി പുതിയത് സ്ഥാപിക്കുകയാണ് പതിവ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ക്ഷേത്രം 18 വർഷം അടച്ചിടേണ്ടി വരുമെന്നാണ് വിശ്വാസം. മറ്റൊരു പ്രത്യേകത ക്ഷേത്രത്തിൽ വിതരണം ചെയ്യുന്ന പ്രസാദത്തിനാണ്. എല്ലാ ദിവസവും 10,000 മുതൽ ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന ഈ ക്ഷേത്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രസാദം ഒരിക്കൽ പോലും കുറവായിട്ടോ അധികമായിട്ടോ വന്നിട്ടില്ല. ഇത് ഭഗവാന്റെ അനുഗ്രഹമായാണ് പലരും കാണുന്നത്. ഇതിനേക്കാൾ വലിയ പ്രത്യേകതയാണ് പ്രസാദം ഉണ്ടാക്കുന്ന രീതി എന്നത്. ഒന്നിനു മുകളിൽ ഒന്നായി 7 മൺചട്ടികൾ അടുക്കി വച്ചാണ് ഇവിടെ പ്രസാദം തയ്യാറാക്കുന്നത്. നമ്മൾ സയന്റിഫിക്കായി അല്ലെങ്കിൽ ലോജിക്കലായി നോക്കുകയാണെങ്കിൽ അടുപ്പിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന താഴത്തെ കലത്തിലെ പ്രസാദമാണ് ആദ്യം തയ്യാറാകേണ്ടത്. എന്നാൽ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ സയന്റിഫിക് ആയിട്ടുള്ളതോ ലോജിക്കൽ ആയിട്ടുള്ളതോ ആയ കാര്യങ്ങളല്ല നടക്കുന്നത്. ഇവിടെ ഏറ്റവും മുകളിലത്തെ കലത്തിലെ പ്രസാദമാണ് ആദ്യം തയ്യാറാകുന്നത്. അടുത്തതായി രണ്ടാമത്തെ കലത്തിലെ പ്രസാദം, ഏറ്റവും ഒടുവിലാണ് അവസാനത്തെ കലത്തിലെ പ്രസാദം തയ്യാറാകുന്നത്. മറ്റൊരു പ്രത്യേകത, ഗോപുരത്തിന്റെ മുകളിൽ സുദർശന ചക്രത്തിന്റെ മാതൃകയിൽ ഒരു രൂപമുണ്ട്. അത് ക്ഷേത്രത്തിന്റെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും നമുക്ക് അഭിമുഖമായി വരുന്നത് കാണാൻ സാധിക്കും. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ഈ ക്ഷേത്രത്തിന്റെ മുകളിലൂടെയോ ഗോപുരത്തിന്റെ മുകളിലോ ഒരു പക്ഷിയും പറക്കുകയോ വന്നിരിക്കുകയോ ചെയ്യില്ല എന്നുള്ളതാണ്. നമുക്കറിയാത്ത എന്തോ ഒന്ന് ഈ പക്ഷികൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇത്രയും ബൃഹത്തായ ഒരു ക്ഷേത്രം ഒരു ടെക്നോളജിയുടെയും സഹായമില്ലാതെ എങ്ങനെ നിർമ്മിച്ചു എന്നത് ഇന്നും ഒരു അത്ഭുതമാണ്. എല്ലാ വർഷവും 9 ദിവസം പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ രഥയാത്ര നടക്കാറുണ്ട്. ഭഗവാനെയും സഹോദരങ്ങളെയും ഗർഭഗൃഹത്തിൽ നിന്നെടുത്ത് രഥത്തിലേറ്റി നടത്തുന്ന രഥയാത്ര അത് വലിയൊരു ആഘോഷം തന്നെയാണ്. ജനങ്ങളുടെ സുഖദുഃഖങ്ങൾ അറിയാൻ ഭഗവാൻ നേരിട്ടിറങ്ങി വരുന്നതാണിത്. ഇത്തരത്തിൽ ഒട്ടനവധി നിഗൂഢതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്തരം ഇൻഫർമേറ്റീവ് ആയ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.